ഓഗസ്റ്റ് 23 വിശുദ്ധ റോസ് 1671 ക്ലെമന്റ് 10 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഒരു കന്യാസ്ത്രീയാവാൻ കൊതിച്ച റോസിനെ പിതാവ് അതിനനുവദിച്ചില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കാതിരിക്കാനുള്ള അവളുടെ ആഗ്രഹത്തിന് സമ്മതിച്ചു. വീടിനടുത്ത് ഒരു കുടിലിൽ അവൾക്ക് ഏകാന്തതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിതം കഴിക്കാൻ അനുവദിച്ചു. ആ കുടിൽ അവൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കാനുള്ള സ്ഥലമാക്കി. ദരിദ്രരെയും രോഗികളെയും അവളുടെ കുടിലിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് ഭക്ഷണം നൽകി. രോഗികളെ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. താനുണ്ടാക്കിയ ലേസും എംബ്രോയിഡറിയും വളർത്തിയ പൂക്കളും മാർക്കറ്റിൽ വിറ്റുകിട്ടിയ പണം അവൾ അതിനായി ചെലവഴിച്ചു. സിയനയിലെ വിശുദ്ധ കാതറിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവൾ അവളെ അനുകരിച്ച് കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു. കഠിനമായ തറയിൽ ഉറങ്ങി. അവളുടെ മുറിയിൽ തനിച്ചായിരിക്കുമ്പോൾ മുൾക്കിരീടം ധരിച്ചു. ഉപവസിച്ചു. മാംസം വർജിച്ചു. തപസ്സുകൾ ആത്മീയ സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന് അവൾ കണ്ടെത്തി. അവൾ ദിവസവും കുർബാനയ്ക്ക് പോകുകയും പള്ളിയിലെ വാഴ്ത്തപ്പെട്ട കൂദാശയെ ആരാധിക്കുകയും ചെയ്തു. അവൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ 3-ാം ക്രമത്തിൽ അംഗമായി. തുടർച്ചയായ പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ജീവിതം അവൾ തുടർന്നു. രാത്രിയിൽ 2 മണിക്കൂർ മാത്രം ഉറങ്ങി. അതിനാൽ അവൾക്ക് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ലഭിച്ചു. പൊട്ടിയ ചില്ലുകളും കല്ലും മൺകൂനകളും മുള്ളുകളും അടങ്ങുന്നതായിരുന്നു അവൾ സ്വയം നിർമ്മിച്ച കിടക്ക. അവളുടെ തലയോട്ടിയിൽ തുളച്ചു കയറുന്ന മുൾക്കിരീടം അവൾ തുടർച്ചയായി ധരിച്ചിരുന്നു. അവളുടെ വ്രതങ്ങൾ അതിരുകടന്നതായിരുന്നു. അവൾ തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. റോസ് ഒരു വിശുദ്ധയായി തീർന്നത് അവളുടെ ദൈവിക ഐക്യത്തിലും അവളുടെ രക്ഷകനുമായി ആത്മീയ വിവാഹം എന്ന് വിളിക്കപ്പെടുകയോ ചെയ്തതിലാണ്. അവൾക്ക് ദൈവമാതാവിൻ്റെയും വിശുദ്ധരുടെയും ദർശനങ്ങൾ പതിവായി ഉണ്ടായിരുന്നു. അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ മധ്യസ്ഥതയിൽ അത്ഭുതകരമായ രോഗശാന്തികൾ നിരവധിയുണ്ടായിരുന്നു. ലിമയിലെ വിശുദ്ധ റോസ് എംബ്രോയിഡറിമാർ, ഫ്ലോറിസ്റ്റുകൾ, പൂന്തോട്ടക്കാർ, സൂചിപ്പണിക്കാർ എന്നിവരുടെ രക്ഷാധികാരിയാണ്.